ബിഗ് ബോസ് മലയാളം സീസൺ 7 ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച. അപ്പോൾ ഈ അടുത്തായിട്ട് ഏഷ്യാനെറ്റിന്റെ കണ്ട രണ്ട് തംബ്നെയിൽസ് ആണ്, അല്ലെങ്കിൽ രണ്ട് കണ്ടന്റ് ആണ്. ഒന്ന് അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നൂറയും അതിലെയും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ ഒരു സീരിയൽ ടൈപ്പ് ടൈറ്റിലൂടെ അവർ ഇട്ടിട്ടുള്ള ഒരു തംബ്നെയിലാണ്. റേജ് ബേറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്ലിക്ക് ബേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അപ്പൊ സംഭവം എന്താ, പ്രൊമോ നോക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമാണ്, പക്ഷെ അവർ വഴി പിരിയുന്നു എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഏതൊരു കപ്പിളിനെ പോലെ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് സാധാരണമാണ്. പക്ഷെ എന്താ പറയാ, ആ ഒരു ചെറിയ ഇതിനെ ഒരു റിയൽ റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ടൈപ്പ് ഒരു ഇതെടുത്ത് ഒരു ഹെഡ്ലൈൻ വെച്ചിട്ട് അതിൽ പ്രേക്ഷകരെ പിടിക്കുക, അതുപോലെ വ്യൂവർഷിപ്പ് കൂട്ടുക എന്നുള്ള ചീപ്പ് ടാക്ടിക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് പോട്ടെ എന്ന് വിചാരിക്കാം. ഇന്നലത്തെ എപ്പിസോഡിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ മനസ്സിലായത്, അതിലൊരു കണ്ടസ്റ്റന്റായ അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഈ ഷോയിൽ ഒരു വേറെ ഏഷ്യാനെറ്റിൽ തന്നെ ഓടുന്ന വേറൊരു ഷോ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ വന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ വിസിബിളി അനുമോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്, അവർ ഇറിറ്റേറ്റഡ് ആണെന്നുള്ളത് കാണുന്നുണ്ട്, വളരെ വിസിബിൾ ആണ്. ഇയാൾ വരുന്ന നേരത്ത് എല്ലാ സമയത്തും ക്യാമറ ഫോക്കസ് അനുമോളിൽ തന്നെയാണ്. ഇയാൾ വന്നപ്പോഴും അവർ ആ പ്രൊമോഷൻ കഴിഞ്ഞ് പോയതിനു ശേഷം ഒക്കെ ഇവർ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. സോ ഈ അനുമോളും ഇയാളും തമ്മിലുണ്ടായിരുന്ന ഡൈനാമിക്സ് എന്തായിരുന്നു, എന്തിനാണ് അവർ പിരിഞ്ഞതെന്ന് നമുക്കറിയില്ല. ബട്ട് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ഇവര് റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള കാര്യം. ആൻഡ് അത് വെച്ചിട്ട് ഇവർ തമ്മിൽ ഇവർ കണ്ടുമുട്ടിയ എന്താവും, ആ ഒരു ഫ്രിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് TRP കൂട്ടാന്നുള്ള രീതിയിലാണ് ഓൾറെഡി ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും അയാളെ ഇതിലേക്ക് വിട്ടേക്കുന്നത്. അല്ലാതെ നമ്മൾ അങ്ങനെ അറിയില്ലായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ വേറൊരു ഷോ ആണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കോസാണെന്ന് വിചാരിക്കുന്നില്ല. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല, കഴിഞ്ഞ സീസണിലും ഇതുപോലെ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ ജാസ്മിൻ ജാഫറൊക്കെ അതിനൊരു വിക്റ്റിമാണ്. ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ ലൈഫ് വെച്ചിട്ട് TRP ഉണ്ടാക്കുക, കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നും അല്ല. ബട്ട് ബിഗ് ബോസ് എന്ന ഷോന്റെ ക്രിയേറ്റേഴ്സും ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈൻ ഇന്ത്യയൊന്നും ഇത്രയും തരം താണരുത്. TRPക്കോ റേറ്റിങ്ങിനോ വേണ്ടിയിട്ട് ആൾക്കാരുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇതിനു ശേഷവും അവർക്ക് ഒരു ജീവിതം ഉണ്ട്. ആൻഡ് ഇമോഷണലി അവർ ഇത്രയും തകർക്കുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക, മുതലെടുക്കുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമോ ഒരു മീഡിയ എത്തിക്സ് ആയിട്ടോ തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഈ അഭിപ്രായത്തിൽ തോന്നുന്നത്? പ്ലീസ് കമന്റ് ബിലോ.